ജൂനിയർ ആർട്ടിസ്റ്റായി കരിയർ തുടങ്ങി ഇന്ന് ഇന്ത്യൻ സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളായി മാറിയ നടനാണ് വിജയ് സേതുപതി. കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്ത പിസ്സയിലൂടെ നായകനായി വിജയ് സേതുപതി തമിഴിനു പുറമെ തെലുങ്ക്, മലയാളം, ഹിന്ദി ഭാഷകളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 2019 പുറത്തിറങ്ങിയ സൂപ്പർ ഡീലക്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സ്വഭാവ നടനുള്ള ദേശീയ അവാർഡും താരം സ്വന്തമാക്കി. തമിഴിലെ സംവിധായകരുമായും മികച്ച ബന്ധമാണ് പുലർത്താറുള്ളതെന്ന് വിജയ് സേതുപതി പറഞ്ഞു. മിഷ്കിൻ എന്ന സംവിധായകന്റെ സിനിമകളൊക്കെ അടുത്ത കാലത്താണ് കണ്ടു തീർത്തതെന്നും അദ്ദേഹത്തിന്റെ സൈക്കോ എന്ന സിനിമയെപ്പറ്റി കേട്ടപ്പോൾ മിഷ്കിനും സൈക്കോ ആയിരിക്കുമെന്ന് കരുതി ആ സിനിമ കാണാതെ ഇരുന്നുവെന്നും താരം പറഞ്ഞു. പിന്നീട് ആ സിനിമ കണ്ട ശേഷം മിഷ്കിനെ കണ്ട് സംസാരിക്കുകയും 8 മണിക്കൂറോളം തങ്ങളുടെ സംസാരം നീണ്ടുപോയെന്നും വിജയ് സേതുപതി കൂട്ടിച്ചേർത്തു. പുതിയ ചിത്രമായ മഹാരാജയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സിനിമാ വികടന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത്. മിഷ്കിന്റെ സിനിമകളൊക്കെ ഈ അടുത്താണ് ഞാൻ കണ്ടു തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ സൈക്കോ എന്ന സിനിമയെപ്പറ്റി കേട്ടപ്പോൾ പുള്ളിയും ഒരു സൈക്കോ ആണെന്ന് കരുതി ഞാൻ മിഷ്കിന്റെ സിനിമകളൊന്നും കാണേണ്ട എന്ന് തീരുമാനിച്ചു. പിന്നീട് യാദൃച്ഛികമായി സൈക്കോ കാണാനിടയായി. എന്നെ ഞെട്ടിച്ചു കളഞ്ഞ സിനിമയായിരുന്നു അത്. സിനിമ കണ്ട് തീർത്ത ഉടനെ ഞാൻ മിഷ്കിനെ വിളിച്ച് സംസാരിച്ചു. നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന ആഗ്രഹം പറഞ്ഞു. പുള്ളിയുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഏതാണ്ട് 8 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ പ്രിവിലേജാണത്. ഒരു സിനിമ ഇഷ്ടപ്പെട്ടാൽ അതിന്റെ സംവിധായകനുമായി സംസാരിക്കാൻ എത്ര പേർക്ക് അവസരം കിട്ടുമെന്നറിയില്ല. സംസാരം കഴിഞ്ഞ് പോകാൻ നേരം മിഷ്കിൻ പുള്ളിയുടെ കയ്യിൽ കിടന്ന റാഡോയുടെ വാച്ച് എനിക്ക് ഊരിത്തന്നു. ഒരു സിനിമ ഇഷ്ടമായതിന് 1 ലക്ഷത്തിന്റെ വാച്ച് കിട്ടിയ ഒരേ ഒരാൾ ഞാനായിരിക്കും. മിഷ്കിന്റെ പുതിയ സിനിമയായ പിസാസ് 2-വിൽ ഞാനും ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, വിജയ് സേതുപതി പറഞ്ഞു.